തിരുവനന്തപുരത്ത് പേയാട് വൻ കഞ്ചാവ് വേട്ട. സ്കോർപിയോ വാഹനത്തിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് നാട്ടുകാർ ചേർന്നാണ് പിടികൂടിയത്. വിളപ്പിൽശാല പോലീസും കാട്ടാക്കട എക്സൈസും സ്ഥലത്തെത്തി പ്രദേശവാസികൾ പ്രതിഷേധിക്കുന്ന വിവരങ്ങളുമായി സ്ഥലത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ സ്കോർപിയോ വാഹനത്തിലുള്ളവരെ പിടികൂടാൻ സാധിച്ചോ? എത്ര കിലോ കഞ്ചാവാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇത് പേയാട് ആണ്. പേയാട് ചെറുകോട് എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ നാട്ടുകാർ ചേർന്ന് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. 2 പേരടങ്ങുന്ന 2 യുവാക്കളെയാണ് പിടികൂടിയിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഈ ചെറുകോട് സ്ഥലത്താണ്. അവിടെ സ്കോർപിയോയാണ്. സ്കോർപിയോയിൽ കടത്തിയ നിലയിലായിരുന്നു ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയത്. ഒരു 8 മണിയോടെ, വൈകുന്നേരത്ത് 8 മണിയോടെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയും. പാക്കറ്റുകളായിട്ട് കെട്ടി നിറച്ചിരിക്കുന്നതാണ്. 7 പാക്കറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇങ്ങനെ ഈ ഒരു പാക്കറ്റിലാണ്, അതായത് 7 പാക്കറ്റ് അതിലാണ് കണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് ആണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരു 2 കിലോയ്ക്ക് മുകളിൽ വരുന്ന പാക്കറ്റുകളിൽ നിറച്ച നിലയിലായിരുന്നു ഇത്തരത്തിൽ സ്കോർപിയോയിൽ കടത്തിയത്. നാട്ടുകാർ ചേർന്നാണ് പിടികൂടിയത്. നാട്ടുകാർ ചേർന്ന് പിടികൂടിയതിനു ശേഷം പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിൽ പോലും ഉന്നത ഉദ്യോഗസ്ഥരാരും സ്ഥലത്തേക്ക് എത്തിയില്ല എന്നടക്കമുള്ളൊരു പരാതി നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് നാട്ടുകാരെല്ലാവരും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വൈകിട്ട് 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് പിടികൂടുന്നത്. എങ്ങനെയായിരുന്നു ഈ കഞ്ചാവ് പിടികൂടിയത്? ഇവിടേക്ക് എത്തുന്ന സാഹചര്യം എങ്ങനെയുണ്ടായത്? ഇതുവഴി ഒരു ഏകദേശം ഒരു 7:30-7:45 മണിയായപ്പോൾ ഇതുവഴി വന്ന് ഈ വണ്ടി ഇവിടെ ഇട്ടതായിട്ടാണ് അറിവ്. അത് കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ വന്ന് ചവറിടുന്നെന്നും പറഞ്ഞ് കണ്ടപ്പോൾ അവൻ ചോദിച്ച് ചവറിടാനാണെന്ന് ചോദിച്ചപ്പോൾ ഓന്ന് പറഞ്ഞ് ആ ചെറുക്കനെ കഴുത്ത കുത്തിയെടുത്ത് പിടിക്കുകയും അവനെ അടിക്കാൻ പോവുകയും ചെയ്തു. അങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാർ വന്ന് വണ്ടി നോക്കിയപ്പോൾ കഞ്ചാവാണെന്ന് വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെയുള്ള പയ്യന്മാർ വന്ന് നോക്കിയപ്പോഴാണ് കഞ്ചാവെന്ന് കാണുന്നത്. അപ്പോഴാണ് ഈ അടുത്തുള്ള വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിലും എക്സൈസിനെ അറിയിക്കുകയും ബാക്കിയുള്ള തുടർ നടപടികൾ 8 മണി തൊട്ട് CI വന്ന ഉടൻ ബാക്കിയുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ്. ഈ പ്രതിഷേധിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇത് നമ്മൾ ഒരു 8 മണിക്ക് 7:45-8 മണിക്ക് ഇത് കഴിഞ്ഞതാണ്. ഇതാ പോലീസുകാർ വന്നിരിക്കുന്നത്. ഇതുവരെ ഈ നാട്ടുകാർ എന്താണ് നമ്മൾ ഒരാൾക്കാരെങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇത്രയും പേര് പിടിച്ചു കൊടുത്തു. എന്നിട്ട് ഇതുവരെ ഇപ്പോൾ സമയം 10 മണിയാവാൻ പോവുക. 10:30 കഴിഞ്ഞു. ഇതുവരെ ഇതാരുമില്ല. ഒരു പോലീസ് എന്ന് പറയുന്ന ഒരു CI വിളപ്പിൽശാല CI വിളിച്ചപ്പോൾ പുള്ളി ഇവിടെ വേറെ ആരെങ്കിലും വരണ്ടേ? ആരുമില്ല. അതാ ഇവിടെ നമ്മളിതാ നിൽക്കുന്നു. പോലീസുകാർ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. അനിൽ നമ്പ്യാർ, ഇതാണ് കാരണം. അതായത് ഈ നാട്ടുകാർ ചേർന്ന് പിടികൂടിയിട്ടും പോലീസോ അതിൻ്റെ അധികൃതരോ എത്തിയില്ലെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. BJPയുടെ മുക്കമ്പാലമൂട് വാർഡ് കൗൺസിൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഇത് എങ്ങനെയാണ്, ഏത് സമയത്താണ് പിടികൂടിയത്, എന്താണ് പറയുന്നത്? 8 മണിയോളം ആ സമയത്താണ് എന്നെ ഇവിടെ നാട്ടുകാരിൽ ഒരാൾ വിളിച്ച് അറിയിക്കുന്നത് ഇതുപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. അവരുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അവർ ചവറിടുന്നു എന്ന് കണ്ടാണ് അവർ ഇവിടെ വന്നത്. അപ്പോഴേ വാഹനത്തിൽ അവർ നിർത്തിയിരിക്കുന്ന വാഹനത്തിൽ ഇത് കഞ്ചാവിൻ്റെ പാക്കറ്റുകളാണെന്ന് ഇവർ കണ്ടുപിടിക്കുകയും ഇവർ ഇറങ്ങി ഓടി അവർ നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് തന്നെ അവർ പിടിച്ച് പോലീസിനെ അറിയിക്കുകയും പോലീസ് ഇവിടെ വന്നു. പോലീസും എക്സൈസും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മേൽ നടപടികൾ സ്വീകരിക്കാൻ മറ്റുദ്യോഗസ്ഥരെ കാത്താണ് ഇവിടെ ജനങ്ങളിങ്ങനെ പ്രതിഷേധത്തിലാണ്. അതായത് 8 മണിക്കാണ് ഈ സ്ഥലത്ത് വെച്ച് ചെറുകോട് വെച്ചിട്ട് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടുന്നത്. ഈ വാഹനം ഇവിടെ സ്കോർപിയോ ഇവിടെ റോഡ് സൈഡിൽ ഒതുക്കിയിട്ട നിലയിലായിരുന്നു. അപ്പോൾ പ്രദേശവാസികൾ ചോദിച്ചു എന്തിനാണ് വണ്ടി ഒതുക്കിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയാണോ എന്നടക്കമുള്ള ചോദിക്കുമ്പോൾ പ്രദേശവാസികളെ മർദ്ദിക്കാൻ തുടങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. 2 പേരാണ് നമുക്ക് കാണാൻ കഴിയും. ഈ 2 പേരാണ് ഇത് കടത്തിയത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ചോദിച്ച പ്രദേശവാസികളെ അടക്കം മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള ആളുകളെല്ലാവരും ഇവിടേക്ക് എത്തുകയും ഇവരെ പിടിച്ച് നിർത്തുകയായിരുന്നു ചെയ്തത്. തുടർന്നാണ് പോലീസിനെ അറിയിക്കുന്നത്. ആദ്യം വിളപ്പിൽ പോലീസാണ് ഇവിടെ എത്തിയത്. തുടർന്ന് എക്സൈസും എത്തിയെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരാരും ഇല്ലായിരുന്നു. CI അവധിയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരാരും ഇല്ലായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് ഇത്ര നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ പ്രദേശവാസികൾ പ്രതിഷേധിക്കുന്ന നിലയിലേക്കൊക്കെ എത്തിയത്. കാരണം ഇത്ര സമയം പിന്നിടുമ്പോഴും ഇത്രയും ഈ കഞ്ചാവുമായിട്ട് ഏകദേശം വലിയ ഒരു അളവിലെ കഞ്ചാവ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഇതുവരെ തൂക്കി നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം അളവിലാണ് കഞ്ചാവ് ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ
കാര്യങ്ങളൊരു തീരുമാനം ആയിട്ടില്ല. എന്നാലും 1 കിലോയ്ക്ക് മുകളിലുള്ള പാക്കറ്റുകളിലായി 7 പാക്കറ്റുകൾ കെട്ടിനിറച്ച നിലയിലായിരുന്നു വാഹനത്തിൽ നിന്നും പിടികൂടിയത്. അതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും ഇത്തരത്തിൽ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അധികൃത ഭാഗത്തുനിന്നോ യാതൊരുവിധ നടപടികളും തുടർന്നുണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള പ്രദേശവാസികൾ എല്ലാവരും ഇവിടെ പ്രതിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. അങ്ങനെ റോഡിൽ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തുകയും ചെയ്തു. എന്താണ് അവരുടെ ബന്ധം അത് കണ്ടെത്തിയതിനെ തുടർന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പലതവണ ഈ പ്രദേശം മൊത്തം നാട്ടുകാർ ചേർന്ന് ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പല പ്രാവശ്യം പലരെയും പിടിച്ച് ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുമുണ്ട്. പലതവണ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ആരിവിടെ വേസ്റ്റ് കൊണ്ടിട്ടിരുന്നാലും ഞങ്ങൾ അതിൻ്റേതായി ഇനി പോലീസിൽ പിടിച്ച് കൊടുക്കില്ല, നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ പലതവണ ഇവിടെ ഈ വാച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ സംഭവം ഇന്ന് പിടികൂടിയത്. ഇത് ഒരു 8 മണിയോടെയാണ് ഞങ്ങൾ അവിടെ, എനിക്ക് കട മേളിലുണ്ട്, ആ കട കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും ഒതുക്കിയിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ സംഭവം ഇവിടെ ഒരു വിളിയായിട്ട് ഓടി വന്നത്. ഇവരെങ്ങനെ ഇവിടെ മറ്റുള്ളിടത്ത് കൊണ്ട് ഇവിടെ കൊടുക്കാൻ വന്നതാണോ? എന്താ സംഭവം? അനേക ദിവസം ഇവിടുന്ന് പോകണം. ഇതുവഴി കണ്ടിട്ടുണ്ട് ഈ വാഹനം പോകുന്ന പല പ്രാവശ്യം ഇതുവഴി പോകുന്ന ഇതുവഴി പോയിട്ടുണ്ടല്ലോ. പോയിട്ടുണ്ട്, ഈ വാഹനം പോയിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ അറ്റം കിടന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ പോലീസ് ക്വാർട്ടേഴ്സിനകത്ത് കിടന്നിട്ടുണ്ട്. ഈ പലതവണ ഞാൻ രാത്രിയിൽ കടയടച്ചിട്ട് പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ വെട്ടം കണ്ടിട്ടാണ് ഈ വണ്ടി കാണുന്നത്. പക്ഷേ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ള ശ്രദ്ധ ഞങ്ങൾക്ക് പോവില്ല, കാരണം ഞങ്ങൾ സ്ത്രീകളാണ്. ഞങ്ങൾ ആ പോണ പോക്കിൽ അങ്ങ് പോവുകയും ചെയ്യും. പക്ഷേ പലതവണ ഈ വണ്ടി ഇതിനകത്ത് കിടക്കണേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പോലീസ് ക്വാർട്ടേഴ്സ്? ഇത് പോലീസ് ക്വാർട്ടേഴ്സാണ്. അതെ, പോലീസ് ക്വാർട്ടേഴ്സാണ് ഇവിടെ അടുത്ത്. പക്ഷേ ഇവിടെ ആദ്യം ഒരു വീട്ടിൽ താമസം ഉണ്ടായിരുന്നു. അവിടെ ലൈറ്റും വെട്ടവും ഉണ്ടായിരുന്നു. അന്നേരം ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ നടക്കും. അനിൽ നമ്പ്യാർ, ഇവിടെ തൊട്ടടുത്തൊരു പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ പോലീസ് ക്വാർട്ടേഴ്സിൽ ഈ വാഹനം കിടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. അതായത് ഇതിനടുത്ത് തന്നെ, ഇവർ നിൽക്കുന്നതിനടുത്ത് തന്നെയാണ് ഈ പോലീസ് ക്വാർട്ടേഴ്സ് ഉള്ളതും. അവിടെ തന്നെയാണ് ഇവർ ഈ വാഹനം, അതായത് ഈ സ്കോർപിയോ, ഇത് ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് കാണുന്നത്. അതുപോലെ മാത്രമല്ല നിരന്തരം ഇതുവഴി ഈ വാഹനം കുറച്ച് നാളായി കടന്നു പോകുന്നുണ്ടെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അതിനുശേഷമാണോ നിങ്ങൾ പിന്നീട് ഇന്ന് ഇങ്ങനെ പിടിക്കുന്ന നിലയിലേക്ക്? തവണ ഇവിടെ ഈ പോസ്റ്റ് കണ്ടില്ലേ, ഒറ്റ വെട്ടം പോലും ഇല്ല. ഈ വെട്ടം ഇല്ലാത്ത സമയത്ത് ആർക്കും അങ്ങോട്ട് പോകാനോ ഈ എന്താണ് കൊണ്ട് ഇതിനകത്ത് ഇടണമെന്ന് അറിയാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. പലതവണ അധികാരിയോളം ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ ഒരു പോസ്റ്റിലെങ്കിലും നിങ്ങൾ ലൈറ്റ് വെട്ടം വയ്ക്കണം എന്ന് പലതവണ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ്. കാരണം ഇത്തരം പ്രവൃത്തികൾ ഇതിനകത്ത് നടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അവരോട് ഇത്രയും കാര്യം പറഞ്ഞത്. പൊതുസമൂഹം നന്നായിരിക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് പയ്യന്മാരുണ്ട്, കൊച്ചു തലമുറകളൊക്കെ വളർന്നു വരുന്ന പിള്ളേരാണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യം നടക്കുക ഇനി ഞങ്ങൾ ഒട്ടും സമ്മതിക്കുന്നതല്ല. അതായത് ഇവിടെ ഒരു ആൾ ഒഴിഞ്ഞ, അതായത് അധികം പ്രകാശമോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ്, ഒരാൾ ഒഴിഞ്ഞ പ്രദേശം എന്ന് തോന്നിക്കുന്ന സ്ഥലമാണ് രാത്രി ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും വന്നാലോ വാഹനങ്ങളോ നിർത്തിയിട്ടാലോ ഇത്തരത്തിൽ മറ്റാർക്കും അറിയാൻ കഴിയില്ല. അങ്ങനൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല നേരത്തെ പലതവണ ഇവിടെ വേസ്റ്റുകൾ ഇടാനായിട്ട് നിരന്തരം പേര് വരികയും വേസ്റ്റ് ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർ വളരെ ജാഗരൂകരായിരുന്നിരുന്നു. അതുകൊണ്ടാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത്. അനിൽ നമ്പ്യാർ. പ്രശാന്ത്, നോക്കൂ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കഞ്ചാവുമായി പിടിച്ചിരിക്കുന്ന ആ സ്കോർപിയോ വാഹനം തൊട്ടടുത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിൽ പല ദിവസങ്ങളിലും കണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഞാൻ പ്രശാന്തിനോട് നേരത്തെ ചോദിച്ചിരുന്നു, അതായത് ഇന്നലെ ഈ ലഹരി മാഫിയയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. അതും നടന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ പോലീസിലെ ചിലർ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു ലഹരി മാഫിയയ്ക്ക് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അവിടെ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, പോലീസ് സബ് ഇൻസ്പെക്ടറോ സർക്കിൾ ഇൻസ്പെക്ടറോ ഉണ്ടെങ്കിൽ ഒന്ന് അവരോട് ചോദിക്കുക. ഈ ആരോപണം അവരുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തൂ പ്രശാന്ത്. തീർച്ചയായും അനിൽ നമ്പ്യാർ, ഈ ആരോപണം നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിൽ പെടുത്താൻ ശ്രമിക്കും. ഇപ്പോൾ നിലവിൽ കാട്ടാക്കട CI എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്തിയതിനു ശേഷമായിരിക്കും ഇത് അളന്ന് തിട്ടപ്പെടുത്തുന്ന അടക്കമുള്ള മേൽനടപടികളിലേക്ക് കടക്കുക. അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ്. എക്സൈസിൻ്റെ സംഘമുണ്ട്, കാട്ടാക്കട എക്സൈസുമുണ്ട്, അതോടൊപ്പം തന്നെ വിളപ്പിൽ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. വിളപ്പിൽ പോലീസ് ജീപ്പിലാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ള, അതായത് ഈ കഞ്ചാവ് കടത്തിയ 2 യുവാക്കൾ ഉള്ളത് വിളപ്പിൽ പോലീസ് ജീപ്പിലാണ്. മറ്റ് കാട്ടാക്കട എക്സൈസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കാട്ടാക്കട CI ആണ് നിലവിൽ നിൽക്കുന്നത്. കാട്ടാക്കട CI കൂടി എത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ
ഒരു കാത്തിരിപ്പാണ്. ഇതാണ് ഈ പ്രതിഷേധത്തിന് കാരണമെന്ന് പറയുന്നത്. കാരണം 8 മണിക്ക് ഈ പ്രദേശവാസികൾ പിടികൂടിയതിനു ശേഷം പിടികൂടി ഏൽപ്പിക്കുന്നു. എന്നാൽ അതിനുശേഷം ഇത്രയും സമയം പിന്നിടുമ്പോഴും ഇവരെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോ ആരും ഇവിടേക്ക് എത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രതിഷേധത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ എത്തിയതിനു ശേഷം മാത്രമേ ഈ വീട് ഇന്ന് പോകാൻ അനുവദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പ്രദേശവാസികളും പ്രതിഷേധിക്കുന്നത്. ഈ ഒരു സ്ഥലം തന്നെ അധികം സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ചപ്പുചവറുകളൊക്കെ നേരത്തെയും ആളുകൾ ഇടാനെത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലതവണ വാൺ ചെയ്ത് പലരും ഇത്തരത്തിൽ ചപ്പുചവറുകൾ ഇടാനെത്തുന്നവരെല്ലാം വാൺ ചെയ്ത് വിടുമായിരുന്നു. തുടർന്ന് പ്രദേശവാസികളും ജാഗ്രത പാലിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു 2 പേരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലായിട്ട് എക്സൈസിൻ്റെയൊക്കെ റെയ്ഡ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കഞ്ചാവുകളടക്കം പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ അളവ്, നമുക്കത് അളന്ന് തിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ.